ഹായ്, ഹലോ. നമ്മുടെ മുംബൈ ഇന്ത്യൻ ടീമിൻ്റെ ഒരു അവസ്ഥ കണ്ട ശരിക്കും പറഞ്ഞാൽ രോഹിത് ശർമ്മ 2013 മുതൽ 2023 കഴിഞ്ഞ വർഷം വരെ ക്യാപ്റ്റനായിരുന്നു. ഹാർദിക് ഗുജറാത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അവർ സീസണിൽ കിരീടം അടിപ്പിച്ചതാണ്. അപ്പോൾ ഹാർദിക് പാണ്ഡ്യനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റ് തീരുമാനിച്ച് നമുക്ക് കാശ് കൊടുത്ത് കൊണ്ടുവരാമെന്നും പറഞ്ഞ് തീരുമാനിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് ഗുജറാത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ നമ്മുടെ രോഹിത് ശർമ്മനെ വിട്ടുകൊടുക്കുക, എന്നിട്ട് രോഹിത്തിനെ എടുക്കുക, അങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ മുംബൈ ഇന്ത്യൻസ് അത് സമ്മതിച്ചില്ല. എന്നിട്ട് 50 കോടി പേപ്പറിലും 50 കോടി ഇതുമായിട്ട് 100 കോടിയുടെ അടുത്ത് രൂപയ്ക്ക് ഹാർദിക് പാണ്ഡ്യനെ മുംബൈയിലേക്ക് എത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പേപ്പർ വർക്കിൽ 50 പിന്നെ 100 കൊടുത്തെന്നാണ് ഇത്. അതിൻ്റെ അകത്ത് കുറച്ച് ശതമാനം ഹാർദിക്കിനും കിട്ടിക്കാണും. ഹാർദിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇതാക്കിയപ്പോൾ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം. സത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻ സ്ഥാനം ചോദിക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് നമ്മുടെ ഇപ്പോൾ ഇത്ര നാളും 10 വർഷത്തോളം ക്യാപ്റ്റനായിരുന്നു വെച്ചാൽ രോഹിത് ശർമ്മനെ കളിയാക്കുന്ന പോലെ, അല്ലെങ്കിൽ പുള്ളി ടീമിൻ്റെ ഒരു ഇതില്ലാത്ത പോലെ, ഞാനാണ് എല്ലാം, ഞാൻ കാരണമാണ് ഗുജറാത്ത് ജയിച്ചത്. ശരിക്കും പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് വിചാരിച്ചത് ഗുജറാത്തിലാണ് ഹാർദിക് പാണ്ഡ്യയുടെ നാടും ഇതൊക്കെ. പക്ഷേ എന്നിട്ടും മുംബൈ ഇന്ത്യൻസിലൂടെ കളിച്ചു വളർന്ന ഒരു താരമാണ് ഹാർദിക് പാണ്ഡ്യ. അതുകൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ രോഹിത്തിനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ദീർഘകാല അടിസ്ഥാനത്തിൽ, അതായത് ക്യാപ്റ്റനായിട്ട് ദീർഘകാലം ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഹാർദിക്കിനെ കൊണ്ടുവന്നത്. ഹാർദിക്കിനെ കൊണ്ടുവന്നപ്പോൾ മുതൽ ടീമിൽ മൊത്തത്തിൽ ടീമംഗങ്ങൾക്ക് മാത്രമല്ല, മറ്റേ കാണികൾക്കിടയിലും അവരുടെ ഫാൻസ്, മുംബൈ ഇന്ത്യൻസിൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാൻസാണ്, അവർക്കിടയിലും മൊത്തത്തിൽ പ്രശ്നമായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ രോഹിത്തിൻ്റെ, നമ്മുടെ സച്ചിൻ, ധോണി, വിരാട് കോഹ്ലി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫാൻസ് വന്നത് രോഹിത്തിനാണ്. ആ ഫാൻസിൻ്റെ ഇടയിൽ പോലും മുംബൈ രോഹിത്തിനോടുള്ള സ്നേഹം കാരണം പാണ്ഡ്യനെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗുജറാത്തിലും ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാച്ചിൽ ഗുജറാത്തിൽ കൂലൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞ് അവരെ കാണികൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, 100 കോടി കൊടുത്താൽ പോലും ഞങ്ങളുടെ കൂടെ നിന്ന് വെച്ചാൽ ക്യാപ്റ്റൻ, ഞങ്ങളുടെ ടീമിൻ്റെ ക്യാപ്റ്റൻ 100 കോടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോയത് എന്തിനാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അവർക്ക് അതിനോട് ദേഷ്യമുണ്ട്. ഇവിടെ ഈ മുംബൈ ടീമിൽ വന്നിട്ട് ഇപ്പോൾ 2-3 കളിയായി. ഇപ്പോൾ രാജസ്ഥാനുമായിട്ട് കളിക്കുന്ന കളി പോലും തോൽവിയുടെ വക്കിലാണ് അവർ. ടീമിനെ ഏകോപിപ്പിച്ച് നിർത്താൻ മറ്റേ പാണ്ഡ്യക്ക് പറ്റണില്ല. രോഹിത്തിന് പറ്റിയായിരുന്നു. അതാണ് രോഹിത്തിന് ശരിക്കും പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിനെ ഇത്രത്തോളം നല്ല ടീമായിട്ട് വളർത്തിയെങ്കിൽ രോഹിത് ശർമ്മക്കുള്ള പങ്ക് അത് പറഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ്. ഇപ്പോൾ പാണ്ഡ്യ വന്നപ്പോൾ ടീമിൻ്റെ ഘടന മാറിയിട്ടുണ്ട്. മൊത്തത്തിൽ അവർ 2-3 വിഭാഗമായിട്ട് മാറിയ പോലെ തോന്നിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചെന്നൈയുടെ കാര്യം കൊടുക്കുക, ധോണിക്ക് 40 വയസ്സായി, രോഹിത്തിന് 36 വയസ്സാണ്. ധോണി കഴിഞ്ഞ വർഷം വരെ ക്യാപ്റ്റനായി. ഈ വർഷം ഗെയ്ക്വാദിന് കൊടുത്തപ്പോൾ അവരെ പുതിയ ചെറുപ്പക്കാരനായ ക്യാപ്റ്റന് കൊടുത്തപ്പോൾ ആ ക്യാപ്റ്റനും ധോണിയും കൂടിയുള്ള ഒരു ഇടപെടലുണ്ട്. അത് ഭയങ്കര ഇതാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യും, ധോണിയുടെ അഭിപ്രായങ്ങൾ തേടുകയൊക്കെ ചെയ്യും. ഇവിടെ പാണ്ഡ്യയുടെ കാര്യത്തിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. പാണ്ഡ്യയുടെ കാര്യത്തിൽ വരുമ്പോൾ കഴിഞ്ഞ കളിയിൽ, മുംബൈയുടെ കളിയിൽ ഫീൽഡിങ് ശരിക്കും പറഞ്ഞാൽ കീപ്പറുടെ തൊട്ടടുത്തേക്കാണ് രോഹിത് ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ബൗണ്ടറി ലൈനിൻ്റെ അവിടെ പോയി നിൽക്കാനൊക്കെ പറയുകയും അങ്ങോട്ടൊക്കെ പറഞ്ഞു വിടുകയും അഭിപ്രായങ്ങൾ ചോദിക്കാതെ സ്വന്തം അഭിപ്രായങ്ങൾ, സ്വന്തം കാര്യങ്ങൾ. കഴിഞ്ഞ കളിയിൽ പോലും സ്വന്തം, ഇപ്പോൾ ബുംറയെ പോലുള്ള ബോളർ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ ആ പ്രാവശ്യം പാണ്ഡ്യയാണ് ആദ്യം ഓവർ ബോൾ ചെയ്യാൻ വേണ്ടി വന്നത്. അങ്ങനെ 10 റൺ അങ്ങനെ അങ്ങോട്ടൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു, അടി കൊണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ മുംബൈ ടീം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്
അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് രോഹിത്തിനൊരു ഒരു ക്യാപ്റ്റനാക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു ബഹുമാനം കൊടുത്ത് അവർ ഒരുമിച്ച് നിന്ന്, ഇപ്പോൾ ക്യാപ്റ്റൻ എന്നാണെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ പാണ്ഡ്യ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ നിന്ന് ആ ടീമിനെ ഇതാക്കിയിട്ട് ഇപ്പോഴത്തെ മുംബൈയുടെ അവസ്ഥ വളരെ പരിതാപകരം. പലരും പല വഴിക്കാം. ഒരു എന്താ പറയണത്, ഒരു ഒത്തൊരുമ എന്ന് പറയണ ഇതില്ല മുംബൈക്ക് ഇപ്പോൾ. ഏത് ടീമിനും ഇപ്പോൾ മുംബൈനെ തോൽപ്പിക്കാവുന്ന അവസ്ഥയിലായിട്ടുണ്ട്. നല്ല ബാറ്റർമാരും ബോളർമാരും ഒക്കെ ഉള്ള മുംബൈ ടീമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണത്. രോഹിത് ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. നല്ല തുല്യ ശക്തികളൊക്കെ ആയിരുന്നു ചെന്നൈ, മുംബൈ, അങ്ങനെയൊക്കെ. ഇപ്രാവശ്യം അവിടെ നിന്ന് പാണ്ഡ്യ കയറി വന്നപ്പോൾ ആ ഒരു ടീം കോമ്പിനേഷൻ തന്നെ ശരിയായിട്ടില്ല. അപ്പം പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ടീം മാനേജ്മെൻറ്റാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. കളിക്കാരോടുത്ത് സംസാരിച്ച്, പാണ്ഡ്യ അടുത്ത് സംസാരിച്ചിട്ട് രോഹിത്തിനും കൂടി അഭിപ്രായം പറയാനുള്ളതും, രോഹിത്തിൻ്റെ അവരെ ഒരുമിച്ച് ഫീൽഡിൽ നിന്ന് ഒരുമിച്ച് ഇതാക്കി ഒരു ബഹുമാനം കൊടുത്ത് സംസാരിച്ച് അവരെ ഒരു ഒത്തൊരുമയിൽ കളി ജയിപ്പിക്കാൻ നോക്കണം. ക്യാപ്റ്റൻ സ്ഥാനം ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, പക്ഷേ അത് ചെയ്യുന്നില്ല എന്നുള്ള പരാതിയാണ്. പരാതിയുടെ മാത്രമല്ല, അത് കളിക്കാരുടെ ഇടയിൽ പോലും ബുംറയാണെങ്കിൽ ബോളിങ്ങിൽ പോലും ഒരു ഇതിൽ കിട്ടണില്ല. കാരണം ഉള്ളിൽ കിടക്കുവാണ് അത്. ഇപ്പം നമ്മൾ ടീമിന് വേണ്ടി കളിക്കണേ അവർ കളിക്കാരെ തമ്മിൽ ഒത്തൊരുമ ഇല്ലെങ്കിലുണ്ടല്ലോ, അത് വൃത്തിയായിട്ട് കളിക്കളത്തിൽ കാണാൻ പറ്റും. ഏത് ഇതെടുത്ത് നോക്കിയോ, അവർ ഇപ്പോൾ പാണ്ഡ്യ മാത്രം വിജയിച്ചു കഴിഞ്ഞാൽ പാണ്ഡ്യ മാത്രം നന്നായിട്ട് കളിച്ചതുകൊണ്ട് മുംബൈ ജയിക്കണമെന്നില്ല. ടീം അംഗങ്ങൾ മൊത്തം വിചാരിക്കണം. അതിന് ചെയ്യേണ്ട പരിപാടിയാണ് എല്ലാവർക്കും ബഹുമാനം കൊടുത്ത്, ക്യാപ്റ്റൻ എന്ന നിലയ്ക്കല്ല, അവർ നയിക്കുന്ന ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് അവരെല്ലാവരും നമ്മളെ പോലെയുള്ള ഇതാണെന്ന് വിചാരിച്ചിട്ട് പാണ്ഡ്യ കളിക്കളത്തിൽ പെരുമാറും. അത് മാനേജ്മെൻറ്റാണ് മുൻകൈ എടുക്കേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മുംബൈ ഈ സീസണിൽ ക്ലച്ച് പിടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല.